ഹായ്, നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർക്കറ്റിൽ പ്രത്യേകിച്ചൊരു ഡേറ്റ എന്ന് പറയുന്ന സീസ് ഫയർ യുദ്ധം നടക്കുന്നതിൻ്റെ സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്തു. സോ എക്സ്റ്റെൻഡ് ചെയ്തത് കാരണം ഇന്നലെ എക്സ്റ്റെൻഡ് ആകത്തില്ല എന്നുള്ളൊരു കുറച്ചുകൂടെ കടുപ്പിച്ചുള്ളൊരു ടോക്ക് ഉണ്ടായിരുന്നു. ഇറാൻ ഒരു പീസ് ടോക്കിൻ്റെ ഇസ്ലാമാബാദിലേക്ക് പോകുന്നില്ല എന്നുള്ളതും അത് ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നു. പക്ഷേ സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അത് ഒന്ന് കൂൾ ഡൗൺ ആയി. അപ്പോൾ ഈ ഒരു അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ടെൻഷൻ കാരണം US മാർക്കറ്റൊക്കെ ഒന്ന് താഴേക്ക് പോയിരുന്നുവെങ്കിൽ പോലും അത് സ്ലോലി റിക്കവർ ചെയ്തു. അത്രയും ഫുള്ളി അത്രയും തിരിച്ച് റിക്കവർ ചെയ്തില്ല. എന്നാലും അത് വളരെ കാമായിട്ട് തിരിച്ച് ഫ്ലാറ്റായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിന്നു. നമ്മുടെ മാർക്കറ്റ് കുറച്ച് ഹയർ റേഞ്ചിലേക്ക് പോയിരുന്നു. എന്നിട്ട് ഗിഫ്റ്റ് നിഫ്റ്റി ഒന്ന് കാം ഡൗൺ ആയിട്ടുണ്ട്. സോ ഇപ്പോൾ ഇതൊരു റെസിസ്റ്റൻസിൻ്റെ തൊട്ട് അടുത്ത് നിൽക്കുവാണ്. നമ്മൾ 25,600 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ബോക്സ് ഉണ്ടായിരുന്നു. സോ ഇന്നലെ വന്ന് ടാർഗറ്റായിട്ട് ഹിറ്റ് ചെയ്തത് 24,600 എന്നുള്ള ഒരു ലെവലാണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞിരുന്ന ട്രേഡിംഗ് ലെവൽ എന്ന് പറയുന്നത് 240 24,240 ഇന്നലെ ഡേ ബിഫോർ യെസ്റ്റർഡേ ഹിറ്റ് ചെയ്തിരുന്നു. 350 440 ബ്രേക്ക് ചെയ്തതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മുന്നേറ്റം കണ്ടു. അപ്പോൾ 440ക്ക് ശേഷം 520 ആയിരുന്നു അടുത്ത ടാർഗറ്റും. 600 ആണ് ഫൈനൽ ടാർഗറ്റും പറഞ്ഞിരുന്നത്. അപ്പോൾ 600 വരെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് മാർക്കറ്റിന് വളരെ കംഫർട്ടബിളി മാർക്കറ്റ് ഒരു ബുൾ റണ്ണിലേക്കോ ഇല്ലെങ്കിൽ ഒരു ബെയർ ഫേസിലേക്കോ പോകാണ്ട് സമാധാനപരമായി നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റിന് നിൽക്കേണ്ട ഏരിയയിൽ എത്തിയിട്ടുണ്ട്. സോ ഇതിനകത്ത് ഒരു ബുൾ ഫേസിലേക്ക് ഇല്ലെങ്കിൽ മാർക്കറ്റിലൊരു ബുൾസ് അഗ്രസീവായിട്ട് പൊസിഷൻ ബിൽഡ് ചെയ്യുക 24,800 മേളിലുള്ള ഒരു ലെവലായിരിക്കും. കാരണം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും 23,720 800 റേഞ്ചിന് താഴെ വരെ മാർക്കറ്റ് നെഗറ്റീവായിരുന്നു. അതിനുശേഷം മേളിലേക്ക് വന്നപ്പോൾ മാർക്കറ്റ് സ്ലോലി ആൻഡ് സ്റ്റഡിലി ഇല്ല, അതിനകത്ത് ഗ്യാപ്പ് ഡൗണും ഒക്കെ ഉണ്ട്. അത് മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റിയാണ്. എന്നാൽ ഇതൊരു ഗ്ലോബൽ ഡേറ്റ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് സ്ലോലി കയറുന്ന ഇല്ലെങ്കിൽ സ്ലോലി ഇറങ്ങുന്ന ഒരു സ്വിങ് ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് വന്ന് ഇതിൻ്റെ റെസിസ്റ്റൻസിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി അടുത്തെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 600 മേളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 660 720 അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. 800 ആണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെവൽ വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ബയ്യേഴ്സിന് കോൺഫിഡൻസ് വരികയും ബയ്യേഴ്സ് വളരെ അഗ്രസീവായിട്ട് പൊസിഷൻ എടുക്കാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ നമ്മൾ 23,720ക്ക് മേളിൽ വന്നപ്പോൾ കുറച്ച് പുതിയ പൊസിഷൻസ് ആഡ് ചെയ്തിരുന്നു അല്ലേ. മാർക്കറ്റിൻ്റെ ഏപ്രിൽ മന്ത് ഐ തിങ്ക് ഏപ്രിൽ മന്തിലൊക്കെ നമ്മൾ ഈ ഒരു ലോയിൽ നിൽക്കുമ്പോൾ നമ്മൾ പൊസിഷൻ ബിൽഡ് ചെയ്തിരുന്നു. അത് ഓൾമോസ്റ്റ് 20% മേളിൽ പ്രോഫിറ്റിൽ നിൽക്കുവാണ്. ഏപ്രിൽ 1-ാം തീയതിയാണ് നമ്മുടെ ബാച്ച് 1ൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത്, ബാച്ച് 13ൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത്. ആ പൊസിഷനിൽ അപ്പോൾ തന്നെ ഞാൻ എടുത്തു വെച്ചിരുന്ന പൊസിഷൻസ് ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടിരുന്നു. ഈ ബാച്ചിലുള്ളവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പൊസിഷനാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എടുത്തു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ട്രെൻഡ് പോലുള്ള സ്റ്റോക്കുകളാണ്. പിന്നെ കൊഫോർജ്, ഈ 3 സ്റ്റോക്കാണ് അന്നത്തെ ദിവസം എടുത്തു വെച്ചിരുന്നത്. അത് ഈ ഒരു മുന്നേറ്റത്തിനിടയിൽ 20% ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 19.8 വരെ വന്നിട്ടുണ്ട്. 20% ആയിട്ട് അതിനെ റൗണ്ട് ചെയ്യുക. 2 സ്റ്റോക്ക്, ഒരെണ്ണം 5 to 7% കൊഫോർജ് മാത്രം അധികം മൂവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. IT സെക്ടർ ആയതുകൊണ്ടാണ്. അപ്പോൾ തിരിച്ച് വന്ന് ഈ ഒരു റെസിസ്റ്റൻസ് ഇത് പറയാൻ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ സെക്കൻഡ് ഫേസ് ഓഫ് പോർട്ട്ഫോളിയോ ബിൽഡപ്പ് എന്ന് പറയുന്നത് 24,800 മേളിലുള്ള ഒരു മുന്നേറ്റമാണ്. സോ ഈ സാധാരണമായി ഒരു പ്രൊഫഷണലി ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇത് തന്നെയാണ് ഇതുപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വ്യക്തികൾ ചിന്തിക്കുക. അപ്പോൾ അവരും ഇതുപോലെ പൊസിഷൻ ബിൽഡ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് 24,800 മേളിൽ കയറുമ്പോഴോ 25,240 മേളിലൊക്കെ വരുമ്പോഴായിരിക്കും അവരുടെ പൊസിഷൻസ് അഗ്രസീവ് ആവുക. അപ്പോൾ മാർക്കറ്റിനകത്ത് ബയ്യർ വീണ്ടും വരും. ഞാൻ എന്നുള്ളതുപോലെ കളക്റ്റീവായിട്ട് ആൾക്കാർ ചിന്തിക്കുമ്പോഴാണ് മാർക്കറ്റിനകത്ത് ബൈ എന്നുള്ളൊരു സിറ്റുവേഷൻ വരിക. അപ്പോൾ സിറ്റുവേഷൻ്റെ ഒരു പോസിറ്റിവിറ്റിയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളും പഠിച്ചിരുന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു പൊസിഷൻ
അഗ്രസീവായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്വിംഗ് ട്രേഡിങ്ങിനെ പറ്റിയ മാർക്കറ്റായിട്ട് വരുന്നുണ്ട്, ഓൾറെഡി പല സ്റ്റോക്സും നമ്മൾ 15-20% പ്രോഫിറ്റിലാണ്. ഇനി അടുത്ത പോർഷൻ ബിൽഡ് ചെയ്യണം. കുറച്ച് പേഴ്സണൽ റീസൺസ് കാരണം എടുത്തു വെച്ചിരുന്നതിൻ്റെ മേളിൽ ഡബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. ഒന്നുകിൽ ഈ 24,800 മേളിൽ സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡപ്പിൽ ഈ 20% മേളിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ വീണ്ടും പൊസിഷൻ ആഡ് ചെയ്തേക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ പുതിയ സ്റ്റോക്കുകളിലേക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്തേക്കാം. ഫണ്ട് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ അരക്ഷിതാവസ്ഥ കാരണം ഫുൾ ഫണ്ട് ഇടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സോ സെക്കൻഡ് ഫേസ് ഓഫ് ഫണ്ട് അലോക്കേഷൻ വിൽ ബി എബവ് ക്ലോസിങ് 24,800 എന്നുള്ളതാണ് അതിൻ്റെ ലെവൽസ്. സോ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ പുതിയ ലെവൽസ് ഞാൻ ഉടനെ തന്നെ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ട്രേഡ് ചെയ്യാനുള്ള അടുത്ത ലെവൽസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഈ ലെവൽസ് 600, 520, 440, 350, 240 ഇത്രയും ലെവൽസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താഴേക്കുള്ള ലെവൽസ്. മേളിലേക്കാണെങ്കിൽ 660 ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവാൻ സാധ്യത വരുന്നുണ്ട്. ഓൾറെഡി അതവിടെ നിൽക്കുന്ന ഒരു ലെവൽ തന്നെയാണ്. അടുത്ത 720 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ. 720 കഴിഞ്ഞ് കഴിഞ്ഞാൽ 800. അപ്പോൾ 720, 800 മേളിലേക്ക് 960 ലെവൽസ്, 920 to 960 വരെ ഉണ്ട്. 25,000 എത്തുമ്പോഴാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് റെസിസ്റ്റൻസ് വരിക. പക്ഷേ ഈ 25,000 ബ്രേക്ക് ചെയ്യണമെങ്കിൽ തിരിച്ച് വന്ന് വീണ്ടും 24,800 റേഞ്ചിൽ സപ്പോർട്ട് എടുത്ത് വരുന്ന, അതായത് ഇതിങ്ങനെ വന്ന് ഒരു കപ്പ് ഫോം ചെയ്ത് തിരിച്ച് വീണ്ടും സ്ലോ ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് എടുത്ത് ചിലപ്പോൾ തിരിച്ച് പോയേക്കാം. അത് ചിലപ്പോൾ ഇൻട്രാഡേയിൽ തന്നെ സംഭവിക്കാം, ചിലപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കാം. സോ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ മാസം നമ്മുടെ ഗ്രൂപ്പിനകത്ത് അനൗൺസ് ചെയ്തിരുന്ന ബാച്ച് 13 ക്ലാസ്സസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈ ഒരു വീക്കെൻഡ് കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ജോയിനിങ് വേണമെങ്കിൽ ചിന്തിക്കാന്നുള്ളതാണ്. വളരെ ചെറിയ ഫീ, EMI ഓപ്ഷൻസ് വരെ അവിടെ അവൈലബിൾ ഉണ്ട്. സോ ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ അവസരം പ്രയോജനപ്പെടുത്തുക. സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റുന്ന മാർക്കറ്റാണ് ഫ്രണ്ടിലേക്ക് വരാൻ പോകുന്നത്. നന്നായിട്ട് സ്വിംഗ് ട്രേഡിങ് പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു മാർക്കറ്റ് അല്ല പറയുന്നത്, അടുത്ത 20 വർഷത്തേക്കും ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിംഗ് മാത്രമാണ്. ഓപ്ഷൻസ് ഉണ്ട്, അത് ഓപ്ഷൻ ബൈയിങ് ഭയങ്കര അഗ്രസീവാണ്. സോ ഏറ്റവും സേഫസ്റ്റ് എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിംഗ് ആൻഡ് ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ആണ്. കൃത്യമായിട്ട് അത് അവിടെ പഠിപ്പിക്കുന്നുണ്ടാകും. ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് താഴെ ടെക്സ്റ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ അനാലിസിസ് വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ അഗ്രസീവായിട്ട് ഇന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. കുറച്ച് ഹോസ്പിറ്റൽ സിറ്റുവേഷൻസ്, പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു, ഞാനും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അതിൻ്റെ ഒരു ബാച്ചിൻ്റെ ഇടയിലാണ്. അപ്പോൾ മൊത്തത്തിലൊരു ടൈറ്റ് സിറ്റുവേഷൻ വരുമ്പോൾ അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യുന്നില്ല, സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലിരിക്കാൻ പറ്റുന്നില്ല. സോ മൊബൈലിൽ ട്രേഡ് ചെയ്യുന്നു, ക്വാണ്ടിറ്റി കുറവാണ്, SL-ഉം ടാർജറ്റൊക്കെ വളരെ ചെറുതായിരിക്കും, കറക്റ്റ് അനാലിസിസ് കിട്ടാൻ സാധ്യത കുറവായിരിക്കും, ട്രാവലിൻ്റെ ഇടയിലായിരിക്കും. സോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ പൊസിഷൻ കുറച്ച് നമ്മൾ ട്രേഡ് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് ഫോൾ ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ നല്ല ലാഭം നമ്മൾ എടുത്തിട്ട് മാർക്കറ്റ് കയറുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഫണ്ടിനെ സ്വിങ്ങിലേക്ക് അലോക്കേറ്റ് ചെയ്ത് നമ്മുടെ ക്യാപിറ്റലിനെ ഗ്രോ ചെയ്യാൻ വിടുന്നു. ഇപ്പർ സൈഡിൽ ടൈം കിട്ടുവാണെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നു. അല്ല നമുക്കവിടെ ബാച്ചിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. സോ നമ്മൾ പാസീവായിട്ട് എല്ലാ കാര്യങ്ങളും ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒരു പ്രൊഫഷണലി മീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്ന് മാർക്കറ്റിൽ നിൽക്കുന്നത്. ഇന്ന് പേഴ്സണലി എനിക്കും ടൈം കിട്ടുന്നുള്ളൂ. സോ സ്വിംഗ് ട്രേഡിംഗ് പൊസിഷൻസ് ഞാൻ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.